കുടുംബജീവിതത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവർക്കൊക്കെയുള്ള വലിയ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ആദ്യം ദൂരീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് അത് ഭാര്യയുടെ സ്വഭാവ തകരാറുകളെ കൊണ്ടാണ്, ഭർത്താവിന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവളുടെ ഉമ്മന്റെ സ്വഭാവം കിട്ടിയതാണ്, വാപ്പന്റെ സ്വഭാവം കിട്ടിയതാണ്, അത് അയാളെ വീട്ടിലെ എല്ലാ ആളുകളും ജ്യേഷ്ഠാനുജന്മാരും മൊത്തം ആളുകൾ അങ്ങനെയാണ്, അത് ഈ നാടന്നെ അങ്ങനെയാണ് എന്നൊക്കെ ആളുകൾ പറയും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ. പക്ഷെ സത്യത്തിൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവപരമായ തകരാറുകളോ പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ അല്ല, അതൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ കടന്നു വരാൻ പറ്റും. ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മാനസിക കാഴ്ചപ്പാടാണ്. മാനസിക കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എൻ്റെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ദമ്പതികൾക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ മകളുടെ വിവാഹമാവട്ടെ, നമ്മുടെ സ്വന്തം ദാമ്പത്യമാവട്ടെ, ഏതൊന്നിലും ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, മരുമകന്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പറയാറുണ്ട്, വിവാഹം സത്യത്തിൽ എന്താ വെച്ചാൽ അന്ന് വാപ്പ ശരിക്കൊന്നണ്ട് അന്വേഷിക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അതൊന്ന് അന്വേഷിച്ച് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഗതിയും ഈ ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരുമായിരുന്നില്ല. ഇത് എപ്പോഴാ പറയണത്? നിങ്ങൾ കല്യാണം കഴിഞ്ഞ് 20-30 കൊല്ലം കഴിഞ്ഞ് മക്കളും കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയാലും ഇതന്നെയാണ് പറയുക. അതൊന്ന് വാപ്പൊന്നും ശരിക്കും അന്വേഷിച്ചില്ല, ആലോചിച്ചില്ല, ശരിക്കൊന്നും ചിന്തിച്ചിട്ട് ചെയ്തില്ല, എന്താ ചെയ്യണു എന്നാ പറയാ. സഹോദരങ്ങളെ, ഒന്നാമത് തിരുത്തേണ്ട ഒരു ധാരണ അതാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇയാളല്ലാത്ത വേറൊരാളാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു, ഇവളല്ലാത്ത വേറൊരുത്തിയാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആ ചിന്തയ്ക്ക് വിരാമമിടാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ നന്നാക്കാൻ പറ്റില്ല. സത്യം നിങ്ങൾ പറയൂ, ജീവിതത്തിൽ ഇന്ന് ഒരു വിവാഹം, ഇന്നൊരു ഞായറാഴ്ച ഞാനൊരു കല്യാണത്തിൽ പങ്കെടുത്ത് വരികയാണ്, ഒരു വിവാഹം ഇവിടെ നടക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് ആ കല്യാണം അള്ളാഹു രേഖപ്പെടുത്തിയ അവന്റെ റെക്കോർഡിലുള്ളതാണ് എന്നാണ്. അള്ളാഹു തീരുമാനിച്ചതാണ്. ഇവിടെ വേറെ പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ മകൾക്ക് വരേണ്ട വരൻ അയാളാണെന്നതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം 30 കൊല്ലം ജീവിച്ചിട്ടും അംഗീകരിക്കാത്തവർ, 30 കൊല്ലം ദാമ്പത്യമായി ജീവിച്ചിട്ടും ഇയാളാണ് എനിക്ക് വിധിക്കപ്പെട്ട ഭർത്താവ് എന്ന് മനസ്സ് അംഗീകരിച്ചില്ലെങ്കിൽ അവരെങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തു കാര്യങ്ങളും ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തങ്ങളിലാവട്ടെ എന്ത് സംഭവങ്ങൾ നടന്നാലും അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി വെച്ചപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് 26ാമത്തെ വയസ്സിൽ നടക്കുന്ന വിവാഹത്തിൽ അവന്റെ പെൺകുട്ടി ആരായിരിക്കുമെന്ന് അള്ളാഹ്ക്ക് എഴുതാൻ പറ്റുമെന്നാണ്. അള്ളാഹുവിനത് ബുദ്ധിമുട്ടില്ല, അത് പ്രയാസമില്ല, അത് എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ട് ദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ കൂടെ ആരാണോ ഭർത്താവായിട്ടുള്ളത് അയാളാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഭർത്താവ്. അയാളിലൂടെ ആനന്ദകരമായ ഒരു ദാമ്പത്യം സാധ്യമാക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്നതേ ചിന്തിക്കാവൂ. ഇയാൾ അല്ലാത്ത വേറൊരാളാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം, എന്തു കാര്യം? ആ ചിന്തയുടെ അവസ്ഥ അത് ഒരു ദിവസം 2 ദിവസം എന്നല്ല, 10, 20, 30 കൊല്ലമായിട്ട് അതെന്നെങ്ങനെ ആലോചിച്ചിരിക്കുക. കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികള് എന്തെങ്കിലും ഒന്ന് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ഒരു പരാതി പറയുമ്പോഴേക്കും വാപ്പിയും എന്താ ചിന്തിക്കാരും? അത് അന്ന് നമ്മൾ വേണ്ടത്ര അവർ ചർച്ച ചെയ്യുന്ന അതാണ്, അതത് വേണ്ടത്ര നമ്മളത് ചിന്തിച്ചില്ല. അത് നമ്മളെടുത്ത് പറ്റിയൊരു തെറ്റാണ്. സുഹൃത്തുക്കളെ, എന്താണ് ഈ പറയുന്നത്? ഇത് നടക്കണമെന്നൊരു തീരുമാനം ഈ പ്രപഞ്ചനാഥൻ എഴുതി വെച്ചത് നടപ്പിലായി എന്ന് മാത്രം അംഗീകരിക്കാൻ മനസ്സുണ്ടാവണം എന്നതാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് അറിയോ നിങ്ങൾ? നമുക്കിങ്ങനെ ആൾക്കാർ കാറ് പോകുമ്പോഴും സുഖമായിട്ട് ഇങ്ങനെ വീട്ടുമുറ്റത്തും സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഈ ലോകത്തുള്ള എല്ലാവരുടെ കല്യാണം വിജയിച്ചിട്ടുണ്ട്, എൻ്റെത് മാത്രം ഇങ്ങനെ ഉള്ളൂ എന്നാണ്. അതാണ് എല്ലാവരും വിചാരിക്കുന്നത്. വേറെ എല്ലാവരൊക്കെ റെഡിയാണ്, എൻ്റെത് മാത്രം ഇങ്ങനെ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യവും ഇവിടെ പൂർണ്ണമായി നടക്കൂല. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ഒന്നിലും നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ട് സുഹൃത്തുക്കളെ? നിങ്ങളുടെ വീട്ടിന്റെ ബെഡ്റൂമിൽ 10 ഡ്രസ്സ് ഉണ്ടോ? നിങ്ങൾക്ക് 10 ചുരിദാറുകൾ, 10 പർദ്ദകളുണ്ടോ? എങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നുണ്ടാവും. 10 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നുണ്ടാവും. എന്നാൽ നമ്മൾ 10ഉം ടെക്സ്റ്റൈൽസിൽ കയറി അന്വേഷിച്ച് തെരഞ്ഞ് നോക്കിയെടുത്തതാണ്. പക്ഷെ എന്താ നിങ്ങൾ, ഓരോ സമയം വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മാറും.
ഇഷ്ടപ്പെട്ടത് ഒന്നേ ഉണ്ടാവൂ. എന്താ അങ്ങനെ വരാൻ കാരണം? ഈ ലോകത്ത് ഒന്നിലും മനുഷ്യന് പൂർണ്ണ സംതൃപ്തി അനുഭവിക്കാനാവില്ല. എന്തിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തകരാറ് മനസ്സിക്ക് തോന്നും. അപ്പൊ എന്താ അറിയൂ, ഇവിടെ എല്ലാ ജീവിതത്തിലും അപൂർണത ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു ഭാര്യയെ പൂർണ്ണമായും ഇവിടെ കിട്ടുക അസാധ്യമാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു ഭർത്താവിനെ പൂർണ്ണമായി കിട്ടുക അസാധ്യമാണ്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതാ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയ സ്ഥലത്ത്, കിട്ടിയ ഭർത്താവിൽ, കിട്ടിയ ഭാര്യയിൽ, കിട്ടിയ ഭക്ഷണത്തിൽ, കിട്ടിയ സൗന്ദര്യത്തിൽ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഭർത്താവിനെ എനിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, മോൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ BSc ഫിസിക്സിന് പഠിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി +2 കഴിഞ്ഞപ്പോൾ ഏതു ഡിഗ്രിക്ക് ചേരണമെന്നാണ് ആഗ്രഹിച്ചത്? അവൾ പറഞ്ഞു, മൈക്രോ ബയോളജിക്ക് ചേരണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മൈക്രോ ബയോളജിക്ക് ചേരണമെന്ന് ആഗ്രഹിച്ച മോൾ എന്തിനാണ് ഇങ്ങനെ ഈ BScക്ക് ചേരാൻ കാരണം? അപ്പൊ അവൾ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, എൻ്റെ കൂടെ പഠിക്കുന്ന പല കുട്ടികൾക്കും ആ കോഴ്സ് കിട്ടി, എനിക്ക് മറ്റേ കോഴ്സ് കിട്ടിയെങ്കിലും അവരെ കൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ കോഴ്സിന് ചേർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് മോളെ അഡ്ജസ്റ്റ്മെന്റ്. ഇഷ്ടപ്പെട്ട കോഴ്സ് ഒഴിവാക്കി നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സിൽ നിനക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് നിന്നെ വിവാഹം കഴിച്ച നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഭർത്താവിനെ ഒരു പക്ഷേ മനസ്സുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ നീ പറയൂ, നീ ഇഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ ആ മുഖം എങ്ങനെയാണ്, ആ രൂപം എങ്ങനെയാണ്? അവളുടെ മനസ്സിൽ ഒരു വിചാരവുമില്ല, വെറുതെ ഒരു ചിന്ത എന്ന് മാത്രം. അപ്പൊ അസംതൃപ്തി എന്നുള്ളത് ഈ ലോകത്തിലെ പ്രത്യേകത. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യയ്ക്ക് ഉണ്ടാവും, ഭർത്താവിനുണ്ടാവും. അത് സഹോദരിമാരെ, സഹോദരങ്ങളെ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കണം. കാരണം എന്താ അറിയും, നമ്മളൊക്കെ കുറച്ച് വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരിക്കൽ നമ്മൾ തിരിച്ചു വരുന്നതാണ്. അവിടെ നമുക്ക് ദാമ്പത്യമുണ്ട്, അവിടെ നമുക്ക് ജീവിതമുണ്ട്, അവിടെ നമുക്ക് മക്കളുണ്ട്. എത്രമാത്രം നിങ്ങൾ നമ്മുടെ പദവിയിലേക്ക് എത്താത്ത മക്കളെ സ്വർഗത്തിൽ നമ്മൾ എത്തിയോടത്തേക്ക് എത്തിച്ചു തരാമെന്ന് അള്ളാഹു പറയുന്നത് മക്കളോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. യുതാഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്. അങ്ങനത്തെ ഒരു സ്വർഗത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. സ്വർഗത്തിലെ ആളുകൾ ഇങ്ങനെ അധിവസിക്കുന്ന സമയത്തും നല്ല സ്വർണത്തിന്റെ തളികകളെ കൊണ്ടും കോപ്പകളെ കൊണ്ടും ആളുകൾ ഇങ്ങനെ, പരിചാരകന്മാരിങ്ങനെ വരും. അവിടെ നിങ്ങൾ മനസ്സ് മോഹിക്കുന്നത് എന്തും കിട്ടും. നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടുന്ന എന്ത് വസ്തുക്കളും നിങ്ങൾക്ക് അവിടെ ആസ്വാദനത്തിന് വേണ്ടി കിട്ടും. അതിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും. അപ്പൊ സമ്പൂർണമായ പൂർണ്ണ സുഖവും സൗഖ്യവും കിട്ടുന്ന ഒരു ദാമ്പത്യം നാളെ സ്വർഗത്തിൽ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ ജീവിതം സംതൃപ്തകരമായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഭാര്യ അവിടെ ഉണ്ടാകും, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഭർത്താവ് അവിടെ ഉണ്ടാകും. അതിൽ യാതൊരു സംശയമല്ല. ആ പൂർണ്ണതയിലെ ഇനി നമുക്ക് നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും പരലോകത്ത് തിരിച്ചു കിട്ടുകയുള്ളൂ. നന്മകളെ കൊണ്ട് ആരുടെ തുലാസ് കനം തൂങ്ങിയോ അവന് സംതൃപ്തകരമായ ഒരു ജീവിതം. സ്വർഗത്തിനെ അള്ളാഹു വിളിച്ച പേരാണ് സംതൃപ്തകരമായ ഒരു ജീവിതം. സംശയിക്കേണ്ട കാര്യമില്ല. നമുക്കെന്ത് സംശയമുണ്ടോ സഹോദരങ്ങളെ? ഞാൻ എപ്പോഴും പറയും, ഇപ്പോ അള്ളാഹു ഉണ്ടോ, ദൈവമുണ്ടോ, പരലോകമുണ്ടോ എന്നൊക്കെ ഫേസ്ബുക്കിലും മറ്റും നിരീശ്വരവാദികളായ ആളുകൾ ചർച്ച ചെയ്യുകയും അവരോടൊപ്പം ചേർന്ന് പല ആളുകളും ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാറ് നടാൻ വേണ്ടി പാടം വയൽ ശരിക്കും ഉഴുത് റെഡിയാക്കിയതിന് ശേഷം കുറച്ച് ശക്തിയോടുകൂടെ ആ നെൽമണികൾ ഞാറ് പാകുന്നതിന് വേണ്ടി വളരെ ശക്തിയായി എറിയുമ്പോൾ ആ ചേറിൽ അത് പൂണ്ട് കിടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നു നോക്കുമ്പോൾ മുള കാണുന്നില്ലെങ്കിലും അത് മുഴുവനും വിണ്ടു കീറി കിടക്കുന്നുണ്ടായിരിക്കും. ഓരോ നെന്മണിക്ക് മുകളിലുള്ള ഭാഗവും വിണ്ടു കീറി കിടക്കുന്നുണ്ടായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുള പുറത്തേക്ക് വരും. അള്ളാഹുവിന്റെ ഒരു പേരെന്താരെങ്കിൽ ഫാലിക്കുൽ ഹബ്ബി വന്നവ. അള്ളാഹു വിത്തുകളെയും ധാന്യങ്ങളെയും പിളർത്തുന്നവനാണ്. ശക്തിയുള്ള തോടുകളെ അള്ള പിളർത്തി കൊടുക്കണം, എന്നാലേ മുളക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ആ മുളയല്ല പിളർത്തുന്നത്. വയലിൽ വിണ്ടു കീറി കിടക്കുന്ന വിള്ളലുകൾക്ക് കാരണക്കാരൻ അള്ളാഹുവാണ്. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അള്ളാഹുവാണ്. അപ്പൊ ആ വിത്തുകളെ പുളപ്പിക്കുന്ന അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് വകദാലിക്കൽ ഖുറൂജ് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവനോടുകൂടെയും ആത്മാവോടുകൂടെയും നമ്മൾ തിരിച്ചു വരും. അവിടെ നമ്മൾ നമ്മുടെ ഭർത്താവിനോടും മക്കളോടും കുടുംബങ്ങളോടും ഒപ്പേ സ്വർഗത്തിന്റെ കവാടം കടന്നു പോവുള്ളൂ. അതുകൊണ്ട് ഇവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. തീർന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ജീവിതത്തിൽ സംതൃപ്തി അടയാൻ പറ്റില്ല. ഞാനൊരു സഹോദരിയെ ഓർക്കുന്നു. പലപ്പോഴും ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തന്നെ സ്ത്രീകൾക്ക് പേടിയാണ്. എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവ് വേറെ വിവാഹം കഴിക്കുമോ. ഒരു വിവാഹമാണ് നല്ലത്. ജീവിതത്തിന് ഏറ്റവും നല്ല അസ്ലം പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഒരു ജീവിതം നല്ലത്. ആവശ്യമുള്ളവനോ ചെയ്യുന്നതിന് വിരോധമില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ, അവൾക്ക്
പ്രസവം മാത്രമേ സാധ്യമുള്ളൂ. ആ കുട്ടിയെ നോക്കാനും കൂടിയും കഴിയില്ല. അപ്പൊ അവസാനം അവള് ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ജീവിതകാലം മുഴുവനും ഞാനുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കൂല. കാരണം ഞാൻ പ്രസവിച്ച കുട്ടിനെ തന്നെ എനിക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക? നിങ്ങൾക്കൊരു ഭക്ഷണമോ വെള്ളമോ ഒന്നും എൻ്റെ കൈ കൊണ്ട് തരാൻ പറ്റില്ല. അങ്ങനത്തെ രോഗിയാണ് അവൾ. അവർ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളൂ, നിങ്ങളൊരു വിവാഹം കഴിക്കണം. എന്നിട്ട് ആ വിവാഹം കഴിക്കുന്ന ആ സ്ത്രീ നമ്മുടെ കുട്ടികളെ പരിചരിക്കണം, എന്നെ പരിചരിക്കണം, നിങ്ങളെ പരിചരിക്കണം. നിങ്ങൾ എൻ്റെ അതേ സ്ഥാനം അവൾക്ക് നൽകി അവളെ കൂടെ താമസിപ്പിക്കണം. ജീവിത സാഹചര്യങ്ങളെ കൊണ്ടാവാം ആ മനസ്സ് അയാൾ പ്രായോഗികമാക്കി. ഇന്നും എനിക്കറിയാൻ ഒരു 10-20 കൊല്ലമായിട്ടും അവർ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. അവിടെ എന്താണ് സുഹൃത്തുക്കളെ? രോഗം ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ രോഗത്തെ ഉൾക്കൊള്ളുകയല്ലാതെ ഞാൻ രോഗിയാണെങ്കിലും രോഗിയല്ലാത്തവളെ പോലെ ജീവിക്കണം എന്ന് മോഹിച്ചിട്ട് ഇവിടെ നടക്കുമോ? അവിടെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഏതൊരാൾക്കും ഈ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാളെ സംതൃപ്തകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുമെന്ന് വിശ്വസിക്കാം. ഒന്നാമത്തെ പ്രസവത്തിൽ തന്നെ മാനസിക രോഗിയായി തീർന്ന ഭാര്യയെ മറ്റൊരു വിവാഹം കഴിക്കാതെ പരിചരിച്ച മറ്റൊരു ഭർത്താവുണ്ട്. 40 കൊല്ലം അയാൾ മരിക്കുന്നത് വരെ വേറൊരു വിവാഹം അയാൾ കഴിച്ചില്ല. ഭാര്യയെയും കുട്ടികളെയും അയാൾ പൊന്നുപോലെ നോക്കി. അയാൾ ചിന്തിച്ചത് എന്താണെന്നറിയോ? ഇവിടെ എനിക്ക് എല്ലാം നിഷേധിക്കപ്പെട്ടാലും ഇവളുമൊത്തൊരു ജീവിതം എനിക്ക് പുതിയൊരു ലോകത്ത് സാധ്യമാകും എന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് സഹോദരിമാരെ തീരുമാനിക്കരുത്. ഭർത്താവിന്റെ പ്രശ്നമോ കുടുംബത്തിന്റെ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അവസാനിക്കൂല, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പോകും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. തെറ്റാണ് ആ ധാരണ. ഞാൻ പറഞ്ഞതരൂ, നമ്മൾ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ അള്ളാഹുവിന് പറ്റും. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് ഏത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും. കടലിൽ വീണിട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിയിട്ട് കരക്കെത്തിച്ചോനാണ് പടച്ച തമ്പുരാൻ. മൂസാ നബി വെള്ളത്തിൽ അടിച്ചപ്പോൾ വെള്ളം മണല് പോലെ മണ്ണ് പോലെ കത്തൗദിൽ അലീം കൂനയായി കുമിഞ്ഞു നിന്നു. അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു മകനെ ആട് നോക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ ആ മകനെ കിട്ടിയില്ല. രണ്ടാമത്തെ മകനെ കൊടുത്താലേ ഇനി റേഷൻ കിട്ടൂ എന്ന് മക്കൾ പിൽക്കാലത്ത് വന്ന് പറഞ്ഞപ്പോൾ ഒരു മകൻ നഷ്ടപ്പെട്ട ദുഃഖത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വൃദ്ധനായ പിതാവ് രണ്ടാമത്തെ മകനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം ഒക്കെ പറഞ്ഞു. പക്ഷെ മക്കൾ തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ മകനും കൂടെ ഇല്ല. അപ്പോൾ ലോകത്തിലെ മഹോന്നതന്മാരായ പ്രവാചകന്മാരിൽപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് എന്തിനാണ് സഹോദരിമാരെ ഖുർആനിൽ പറഞ്ഞു തന്നത്? ഏത് വലിയ മാരക രോഗങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ എല്ലാറ്റിനും കഴിയുന്ന അള്ളാഹുവിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയും എന്ന വിശ്വാസമാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ ആത്മധൈര്യം. യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസു, എന്റെ പൊന്നു മക്കളെ നിങ്ങൾ പോകൂ എന്നിട്ട് അന്വേഷിക്കൂ. ആരെ അന്വേഷിക്കണം? വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ യൂസുഫിനെയും അഖീഹി, അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. വലാ തൈഅസൂ മിർ റൗഹില്ലാ, അള്ളാഹു നൽകുന്ന ആശ്വാസങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, ഒരിക്കലും സത്യനിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിനെ കൊണ്ട് നിരാശപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. അതൊരു വലിയ കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ക്യാൻസറായി കീമോ കഴിഞ്ഞ് തലയിലെ മുടിയൊക്കെ പോയി. ഞങ്ങളൊക്കെ അയാളെ കാണുന്നത് തന്നെ അയാൾക്കൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ അറിയോ, മാറുന്ന ഉറപ്പിച്ച് പ്രാർത്ഥിക്കണം. ഏതായിരിക്കാൻ പറ്റുക? ക്യാൻസർ വന്ന ഒരാൾക്ക് ഇത് മാറിക്കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും പറ്റും? അതിന് വിശ്വാസിക്കേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ, വിശ്വാസിക്കേ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചാൽ നടക്കും. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അണ്ടാശയത്തിൽ മുഴ ഉണ്ടായിട്ട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിലല്ല മുഴയുള്ളത്. അവർ തുന്നി, എടുക്കാതെ തുന്നി. കോഴിക്കോടത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി തുറന്നു. 6 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു മുഴ. 3 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും അതേ സ്ഥലത്തൊരു കറുത്ത പാട്. ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അവർ മനമുരുകി പ്രാർത്ഥിച്ചു. അവരെന്നോട് നേരിട്ട് പറഞ്ഞാൽ മനമുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഡോക്ടർ വീണ്ടും ഒരു ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. ചെറുതായിട്ടൊന്ന് തുറന്നപ്പോൾ പറഞ്ഞു അന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സ്റ്റിച്ച് അവിടെ കിടക്കുകയാണെന്ന്. സ്റ്റിച്ച് ഒരു പ്രശ്നമല്ല ഇന്ന്. പക്ഷെ അവരുടെ മനസ്സിലുള്ള പേടി നീങ്ങി പോകുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ ഒരു പേടി. 3 ഓപ്പറേഷൻ കഴിഞ്ഞ പേടി മാറുന്നില്ല, പക്ഷെ ബാക്കിയെല്ലാം മാറിപ്പോയി. സഹോദരിമാരെ, എന്ത് പ്രശ്നം? നിങ്ങളുടെ മകൾക്ക് പ്രശ്നമുണ്ടോ? മരുമകന് പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടോ? ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ നിരാശപ്പെടാതിരിക്കും. ഇതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തെ സമാധാനപരമായി കൊണ്ടുപോകാൻ
നമുക്ക് ധൈര്യം കിട്ടുന്ന ചില ആശയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ പുരുഷന്മാരിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും വനിതാ സമ്മേളനം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വനിതകളോട് പറയാനാണ് ഞാൻ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നത്. എനിക്ക് നിങ്ങളോട് ചെറുത് പറയാനുണ്ട്. സഹോദരിമാരെ, ഈ ഭൂമിയിൽ ഏറ്റവും ആസ്വാദകരമായി ഒരു മനുഷ്യൻ അനുഭവിക്കുവാനുള്ളത് വൈവാഹിക ജീവിതം തന്നെയാണ്, ദാമ്പത്യ ജീവിതം തന്നെയാണ്. അതിലൊരു സംശയമില്ല. നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ 10-14 വയസ്സ് പ്രായമുള്ള ഒരു മകനെ കൊന്നു, കരിച്ചു കളഞ്ഞു. പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കുമെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ട്. അതിനെപ്പറ്റി ടി വിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, കുറെ മനഃശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരൊക്കെ കൂടിയുള്ള ചർച്ച. അപ്പൊ ആ ചർച്ച ഇങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് കണ്ടപ്പോൾ ഞാൻ ആ ചർച്ച കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ആ ചർച്ചയിൽ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ കാര്യമായി പറയുന്ന വർത്തമാനം എന്താണ്, അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവും, മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടാവും, ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അവൾ ആ കുട്ടിയെ കൊല്ലുമായിരുന്നില്ല എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ മനസ്സിനോട് പറഞ്ഞ എന്താ അറിയോ, എന്തെങ്കിലും ഒരു അവിഹിത ബന്ധം ഉള്ള ഒരു സ്ത്രീ അല്ലാതെ ഒരിക്കലും കുഞ്ഞിനെ കൊല്ലില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു പയ്യൻ 3 മക്കളുണ്ട് അയാൾക്ക്, നല്ല സുമുഖന്മാരായ 3 ആൺകുട്ടികൾ. അവനൊരു പെൺകുട്ടിയുമായി അവിഹിത ബന്ധമുണ്ടായപ്പോൾ അവൻ എന്താ ചെയ്തതെങ്കിൽ, നല്ലൊരു വെള്ളക്കെട്ടിലേക്ക് ഭാര്യനെയും മക്കൾ ഇരുത്തിയിട്ട് നേരെ ബേക്ക് കൊണ്ടുപോയി തള്ളി. എന്തിന്? ഭാര്യയെയും 3 കുട്ടികളെയും കൊന്ന ആ അവിഹിത ബന്ധത്തിലുള്ള പെണ്ണുമായി ഒന്നിച്ചു ജീവിക്കാൻ അവൻ തീരുമാനിച്ചാൽ പോരല്ലോ സുഹൃത്തുക്കളെ. അവിഹിത ബന്ധങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധ്യമാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ പറയാൻ കാരണം, അവിഹിത ബന്ധങ്ങളിൽ എന്താണ് ഇത്ര താല്പര്യം? ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്, ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷന് ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ ബന്ധങ്ങൾ സുഹൃത്തുക്കളെ ഈ ഭൂമിയിലെ ഏറ്റവും ആസ്വാദകരമായ ഒന്നാണ്. ആ ആസ്വാദനത്തിന്റെ ഉള്ളിൽ എത്തിപ്പെടുമ്പോൾ ഒരു മദ്യപാനി എല്ലാം വിറ്റ് മദ്യപിക്കുന്ന പോലെ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടവൻ എല്ലാം ത്യജിച്ച് ആ അവിഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കും. അത്തരം അവിഹിതങ്ങൾക്ക് പകരമാണ് ഒരു വിവാഹം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നത്. ഒരു സ്ത്രീയെ ഏത് രൂപത്തിലും അനുഭവിക്കാൻ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ് അള്ളാഹു ഒരു കരാറിലൂടെ, രക്ഷിതാവിന്റെ സമ്മതത്തോടുകൂടെ, ഒരു മഹറിലൂടെ എങ്ങനെയും അനുഭവിക്കാമെന്നാണ്. അശ്ലീലങ്ങൾക്ക് അഡിക്റ്റായി ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വൃത്തികെട്ട സ്ത്രീകളുടെ നഗര ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന പല ആളുകളും ആ അഡിക്ഷൻ മാറിക്കിട്ടാൻ വേണ്ടി കൗൺസിലിങ്ങിന് വരാറുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പറയാറുള്ളത് എന്താ വെച്ചാൽ, നീ ഈ ഇന്റർനെറ്റിലും ഗൂഗിളിലും നീ കാണുന്ന ആ വൃത്തികെട്ട സ്ത്രീകളുടെ ചിത്രമുണ്ടല്ലോ, ആ സ്ത്രീകൾക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിന്റെ ഭാര്യക്കുമുണ്ട്. പക്ഷേ ആ ഭാര്യയെ ആ നെറ്റിൽ നീ കാണുന്നത് ഏത് വേഷത്തിലാണോ ആ വൃത്തികെട്ട സ്ത്രീകളെ, അതേ വേഷം ഇട്ടുകൊണ്ട് നിന്റെ മക്കൾ കാണാതെ, മറ്റുള്ളവർ കാണാതെ നിന്റെ ബെഡ്റൂമിൽ നിന്റെ മുമ്പിൽ അവൾക്ക് വരാൻ ഇസ്ലാം അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. സഹോദരിമാരെ, നല്ലവണ്ണം ആലോചിക്കണം. 10,000-ഉം 15,000-ഉം കൊടുത്ത് കോസ്മെറ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അലങ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്നും പുറത്തിറങ്ങി റോട്ടിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ അങ്ങനത്തെ സ്ത്രീകൾക്കിടയിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്നത്തെ പുരുഷന്മാരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് എന്തെല്ലാം ലഭിക്കണോ അതൊക്കെ പുരുഷന് നൽകേണ്ടത് അവന്റെ ഭാര്യയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് നിങ്ങൾക്ക് പറ്റിയാലേ നിങ്ങൾക്കൊരു നല്ല ഭാര്യയാകാൻ പറ്റൂ. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന, ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്ക് വസ്ത്രമാണ്. എല്ലാം അതിലുണ്ട്. വസ്ത്രം എന്താണ് സുഹൃത്തുക്കളെ? ദേഹത്തിന്റെ സൗന്ദര്യമാണ്, അഭിമാനമാണ്, ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്, ദേഹത്തിന്റെ സ്വകാര്യതകൾ അറിയുന്നതാണ്, ദേഹത്തിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. അത്രയും ബന്ധം ശാരീരികമായും മാനസികമായും ഭാര്യയും ഭർത്താവും തമ്മിൽ വേണം. ഇസ്ലാം ഒരു സ്ത്രീ കാണിക്കുന്ന അനുസരണക്കേടിൽ ഏറ്റവും വലിയ അനുസരണക്കേടായി നിശ്ചയിച്ചത് ഏതാണെന്നറിയോ? ഒരു ഭർത്താവ് തന്റെ ഇത്തരം ഒരു ശാരീരിക ആവശ്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ വെറുതെ അകാരണമായിക്കൊണ്ട് ഒരു സ്ത്രീ തടസ്സം പറഞ്ഞാൽ നേരം പ്രഭാതമാകും വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് അതിന്റെ പ്രസക്തിയും അതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കടമകളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും കാലഘട്ടത്തെക്കുറിച്ചും നമ്മൾ അറിയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, 5 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലും കയറാന്നാണ്. അത് 3 പുരുഷനും ബാധകമാണ്. നിസ്കാരം, നോമ്പൊക്കെ പുരുഷനുള്ളത് തന്നെയാണ്, സ്ത്രീക്ക് മാത്രമുള്ളതല്ല. പക്ഷെ 2 കാര്യം നിങ്ങൾക്ക് മാത്രം പ്രത്യേകമാണ്. ഞാൻ ഈ മഹാസദസ്സിലെ സ്ത്രീകളെ സാക്ഷി നിർത്തി പറയട്ടെ, നിങ്ങൾക്ക് കഴിയാത്തതാണ് സഹോദരിമാരെ. അത് നന്നായി പരിശ്രമിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം സാധ്യമാകുന്ന 2 കാര്യങ്ങൾ. അതുകൊണ്ടാണ് ദാനധർമ്മങ്ങൾ കൊടുത്തവർക്കൊരു വാതിലും, അതേപോലെ തന്നെ നോമ്പ് നോറ്റവർക്കൊരു വാതിലും,
അങ്ങനെ വ്യത്യസ്തമായ വാതിൽ നിശ്ചയിച്ചപ്പോൾ ഒരു പെണ്ണിനെ ഏതു വാതിലൂടെയും കടന്നു കയറാൻ അനുവദിക്കുന്നത് ഈ രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി അവൾ പരിശ്രമിച്ചത് കൊണ്ടാണ്. ഒന്നെന്താണ്? അഹ്സനത്ത് ഫർജഹ എന്നാണ്, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക എന്നാണ്. വീട്ടിൽ നിന്ന് ഒരു വേഷിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വേറെ ഒരു അന്യ പുരുഷന്റെ കണ്ണ് ദേഹത്ത് പതിഞ്ഞ് അവന്റെ മനസ്സിൽ ഒരു അവിഹിത സുഖം എന്നെ കൊണ്ടുണ്ടാകുന്നില്ല എന്ന് വേഷം കൊണ്ട് ഉറപ്പുവരുത്താൻ കഴിയുന്ന എത്ര സഹോദരിമാരെന്റെ ശബ്ദം കേൾക്കുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വൈകുന്നേരം വീട്ടിലെത്തും വരെ എന്നെ നോക്കുന്ന ഒരു പുരുഷന്റെ കണ്ണുകൾക്കും ഒരു അവിഹിതമായ ആസ്വാദനം നൽകാവുന്ന ഒന്നും എൻ്റെ വേഷത്തിൽ ഇല്ലെന്ന് പറയാൻ ആർക്ക് പറ്റും സഹോദരിമാരെ? ഇസ്ലാം നിശ്ചയിച്ച വേഷം ജിൽബാബ്, ജിൽബാബ് ഗൗൺ, ജിൽബാബ്, ദേഹത്ത് അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രം. അതാ പറഞ്ഞത്. അവിടെ എന്താ അറിയോ, എൻ്റെ കോളേജിലെ പെൺകുട്ടികൾക്ക് സ്പെഷ്യലായിട്ടൊരു ക്ലാസ് എടുത്തപ്പോൾ എനിക്കറിയാം പെൺകുട്ടികളിൽ മിക്കവാറും അവിടെ ഏറ്റവും വലിയ അപകർഷതാബോധം അവിടെ സൗന്ദര്യമില്ലായ്മയാണ്. ഞാനൊരു കറുത്ത പെൺകുട്ടി ആയതെന്ത്, ഞാൻ എന്ത് മറ്റുള്ളവരോട് ഗ്ലാമർ ഇല്ലാത്തെന്നാ പറയും. ഞാൻ അവരോട് പറയും, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരൊറ്റ പുരുഷന് വേണ്ടിയുള്ളതാണ്, ഒരു പുരുഷന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അയാൾ വന്നിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞാൽ തീർന്നു. സൗന്ദര്യത്തിന്റെ ആവശ്യം അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ സൗന്ദര്യത്തിന്റെ ആവശ്യം. എൻ്റെ അടുത്തൊരു ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന്റെ അവസ്ഥ കഴിഞ്ഞു, പിന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇന്നെ ഇഷ്ടമായി എന്ന് ഒരാൾ വന്ന് നോക്കി മുഖത്ത് നോക്കി പറഞ്ഞാൽ, ഒരു വേറൊരാൾക്ക് ഇഷ്ടമാകാതിരുന്നാൽ അവൾ ഭാഗ്യവതി എന്നാണ് ഞാൻ പറയാം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഇഷ്ടമാണോ അയാൾക്കുണ്ടായതെങ്കിലും നമുക്ക് പ്രശ്നമാണ്. നിങ്ങൾ എന്ന നിലക്ക് നിങ്ങളെ ഇഷ്ടമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം ഭർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ് അവർ. എന്താ പറയുക? ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കാൻ വികാരം എല്ലാ മനുഷ്യനുണ്ടാവും. വൈകാരികത അങ്ങനെ കുഴിച്ചു മൂടുന്ന സാധനമല്ല, മരുന്ന് കഴിച്ച് നശിപ്പിക്കേണ്ട സാധനമല്ല. അത് നല്ല നിലക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതാണ് അള്ളാഹു വികാരത്തെ. ഇല്ല അല അസ്വാജിഹിം, ഭാര്യമാരിൽ അത് സാധ്യമാകണം. അതുകൊണ്ട് ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാം. രണ്ടാമത്തെ എന്താ ഒരു സ്ത്രീക്ക് പറഞ്ഞ സുഹൃത്തുക്കളെ, കഴിയാത്തതെന്ന് ഞാൻ പറഞ്ഞു വെറുതെ അല്ല. സ്വർഗത്തിന്റെ അയ്യുബാബിൻ ശിക്തി, ഇഷ്ടമുള്ള കവാടത്ത് കൂടി കയറിക്കോ എന്ന് പറയണമെങ്കിൽ കുറച്ച് അധ്വാനം അതിന്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. എന്താ രണ്ടാമത്തെ കാര്യം? എന്നാണ്, ഭർത്താവിനനുസരിക്കുക. അപ്പൊ എല്ലാ സ്ത്രീ ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിക്കുക. ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീകളുണ്ടോ എന്നാണ് ഒരു പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് തിരിച്ച് നമ്മളൊക്കെ ആണുങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് അതിനൊരു കാരണം? കുറച്ച് ബുദ്ധിമുട്ട് അതിനുണ്ട് ആണുങ്ങളെ അനുസരിക്കാൻ. അതെന്താ അറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. എൻ്റെ ഭർത്താവിനോട് ഞാൻ പെരുമാറുന്നതിൽ അനുസരണക്കേടോ തകരാറോ ഒന്നുമില്ലാന്ന് അത്ര മനഃശക്തിയോട് പറയാൻ പറ്റുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പെൺകുട്ടികളോട് ആൺകുട്ടികളോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നോക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കും അമ്മ തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്മ, ഇതന്നെയാണ് ഉമ്മാൻ്റെ പരിപാടി എന്ന് നമ്മൾ പറയും അല്ലെ. എല്ലാ പെൺകുട്ടികളും പറയണതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അവളെ മുഖത്ത് ഇങ്ങനെ ഒരു 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 മുഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മറുപടി പറയാൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? ഒരു ഉമ്മാക്ക് എന്താ തോന്നുക? അപ്പൊ ഉമ്മാര് പറയുന്ന ചില വാക്കുകളുണ്ട്, അണക്കിന്നൊരു വിലയില്ല, ഞാൻ എൻ്റെ ഉമ്മയല്ലേ, എന്തെങ്കിലും ബഹുമാനം അണക്കുണ്ടോ, എന്താ ഞാൻ പറയുമ്പോൾ ഒന്ന് കേട്ടാല് ഒന്നും ഉണ്ടാകുന്നാൽ എല്ലാറ്റിനും ഇങ്ങനെ മറുപടി പറയണം. അനുസരണല്ല, ബഹുമാനല്ല, ക്ലാസ്സിനും പ്രസംഗത്തിനൊക്കെ പോയിട്ട് വലിയ കാര്യം എന്നൊക്കെ അങ്ങനെ പറയും. ഇതന്നെയാണ് ഭർത്താവിനും തോന്നുക. ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴേ നമ്മൾ ആ പറഞ്ഞ് മുഴുവനാക്കേണ്ട മുന്നേ തിരിച്ചു പറയും, മറുപടി പറയും, കേൾക്കാൻ നിൽക്കും, മുഖം അങ്ങനെ വീർപ്പിക്കും ചെയ്യുമ്പോൾ അയാൾക്ക് തോന്നുന്നത് അതാണ്. എന്താണ്? ഞാനൊരു ഭർത്താവാണെന്ന് നിനക്ക് മനസ്സിലായില്ല, എൻ്റെ വില നിനക്കറിയില്ല, എന്നോട് നിനക്ക് ബഹുമാനമല്ല, എല്ലാത്തിനും ചാടിക്കേറി മറുപടി പറയും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടിമയാകണമെന്നൊന്നും അതിനർത്ഥമില്ല. നിങ്ങൾക്കറിയോ, ഞാൻ നിക്കാഹ് കുത്തുവയിൽ പറയും, നിക്കാഹ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വാപ്പൻ്റെ കൈ പിടിച്ചിട്ട്, വലിയൻ്റെ കൈ പിടിച്ചിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരൻ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു മഹാസംഭവമുണ്ട്. എന്താണ് ആ മാറ്റം നിറങ്ങൾ? ആ നിമിഷം വരെ ആ പെൺകുട്ടിക്ക് ഏറ്റവും വലിയ കടമ അവളുടെ വാപ്പയോടും ഉമ്മയോടുമായിരുന്നു. എന്നാൽ നിക്കാഹ് കർമ്മം സംഭവിക്കുന്നതോടുകൂടെ ഈ ലോകത്ത് അവൾക്ക് ഏറ്റവും വലിയ ബാധ്യത, മുഹക്കൻ, ഏറ്റവും വലിയ ബാധ്യത ആരോടാണ്? നിങ്ങൾ ഭർത്താവിനോടാണ്. ആ മാറ്റം ഉൾക്കൊണ്ടോ? ആ മാറ്റം ഉൾക്കൊണ്ടോ സഹോദരിമാരെ? ആ മാറ്റം ഉൾക്കൊണ്ടോ? വിവാഹത്തിന്റെ ദിനം നിങ്ങളെ കൈപിടിച്ചേറ്റുവാങ്ങുന്നവൻ കൈപിടിക്കുന്നതോടുകൂടെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ബാധ്യത നിങ്ങളെ വിവാഹം കഴിച്ച ഭർത്താവിനോടായി മാറി.
വാപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കുന്നതിലേറെ, അനുസരിക്കുന്നതിലേറെ, തൃപ്തിപ്പെടുത്തുന്നതിലേറെ തൃപ്തിപ്പെടുത്തേണ്ട ആളാണ് ആര് നിരങ്ങൾ? ഭർത്താവ്. അത്രയും പ്രാധാന്യം ഒരു ഭർത്താവിനുണ്ട്. ഇത് സാധ്യമാകൂല എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട്. കാരണം എന്താ പറയുക, ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സഹകരിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ടാകും, സ്വാതന്ത്ര്യം ഉണ്ടാകും. എന്തിനും അയാളോട് എന്ത് വർത്താനം പറയാനും എന്ത് ചോദിക്കാനും എന്ത് പറയാനും ഈ സ്വാതന്ത്ര്യം പലപ്പോഴും ആ ബഹുമാനത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റണമെന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സഹോദരിമാരെ, അനുസരിച്ചോളി, ഒന്ന് കീഴ്പ്പെട്ടോളി. ഒരു നഷ്ടവും പറ്റൂല. എന്താ, നോമ്പും നിസ്കാരമൊക്കെ ചെയ്യണ പോലെ കൂലി കിട്ടും. എന്താണ് നമുക്കത് അനുസരിക്കുന്നതിന് വിരോധം? അത് നാളെ പരലോകത്ത് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ആകസ്മികമായി ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്ക് ഷോക്ക്, ആ മരണത്തിന് ഷോക്ക് മാറി കിട്ടൂല. അപ്പോൾ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ആ ഷോക്കൊന്ന് മാറ്റാൻ വേണ്ടി ചിലപ്പോൾ ചില രക്ഷിതാക്കന്മാർ നമ്മളടുത്ത് കൊണ്ടുവന്ന് ഒരു കൗൺസിലിംഗ്, ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആ വിധവകളായ സ്ത്രീകളൊക്കെ പറയുന്ന, അതായത് അവിചാരിതമായി ഭർത്താവ് മരണപ്പെട്ടാൽ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. അവരൊക്കെ പറയുന്നതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടത്ര നോക്കാൻ പറ്റിയില്ല അദ്ദേഹത്തെ, അതാണ് എനിക്ക് സങ്കടം എന്ന് പറയുന്നത്. ഏത് ഇപ്പം അയാളിൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് എനിക്ക് സങ്കടമാണ്. പക്ഷെ ജീവിക്കുന്ന കാലത്ത് കുട്ടികളും മക്കളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ഞാനൊന്ന് നല്ല നിലക്ക് അയാളുടെ വർത്താനം പറയും കൂടി ചെയ്തിട്ടില്ല. ഞാൻ അയാളോട് എന്തെങ്കിലും മോശം ചെയ്യണം വിചാരിച്ചിട്ടല്ല. ഈ മനസ്സിലുള്ള ഇടങ്ങേറും ജോലിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മൂപ്പർ എന്തെങ്കിലും ഒന്നോട് ചോദിച്ചാൽ ഒന്ന് മര്യാദക്ക് മറുപടിയും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സമയത്ത് അന്ന് രാവിലെ പോകുമ്പോഴും കൂടി ഞാനും അയാളും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് ആ ഒരു സങ്കടമുള്ളൂ. ഒന്ന് മനസമാധാനത്തോടൊന്ന് പെരുമാറി വർത്താനം പറഞ്ഞ് ഒന്ന് മനസ്സടുത്ത് ഇനി ഒന്ന് ഇഷ്ടപ്പെട്ട് ഒന്ന് ഒട്ടാണ് മരണമെങ്കിൽ എനിക്ക് ഇത്ര പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ സഹോദരിമാരെ, എൻ്റെ അർത്ഥം എന്താണ്? ഇപ്പത്തേനേക്കാളും കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റുന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റുന്നല്ലേ? മരിച്ചു പോയിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് സഹോദരിമാരെ? കൂടെ ജീവിക്കുമ്പോഴാണ് ആ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇസ്ലാമിൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഭർത്താവിനുള്ള അനുസരണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗ്രത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദാമ്പത്യ ജീവിതം പ്രശ്നമാകുന്നതിനും ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്. എല്ലാം പറയാൻ സമയമില്ലെങ്കിലും ചിലത് മാത്രം പറയാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ അറിയോ? ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിശ്വാസം തകർന്നു പോവുക എന്നുള്ളതാണ്. വിശ്വാസം തകർന്നാൽ പിന്നെ അവർ ഒന്നിച്ചുറങ്ങിയിട്ടോ ഒരു പായയിൽ കിടന്നിട്ടോ ഭാര്യ ഭർത്താക്കന്മാരാ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ടോ പാർക്ക് പോയി ഒന്നിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. വിശ്വാസം തകർന്നാൽ എല്ലാം തകർന്നു. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിചാരിതമായിട്ട് അവൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവൻ്റെ ഭാര്യയുടെ അടുക്കൽ ഒരു അന്യ ആളുണ്ടായിരുന്നു. അയാൾ കണ്ണിൽ നേരിട്ട് സംഭവം കണ്ടു. അയാൾ അവളെ വലിച്ചിട്ട് തല്ലി. തച്ചത് കൊല്ലാൻ വേണ്ടി തന്നെയാണ് തച്ചത്. പക്ഷെ അടിച്ചടിച്ച് മരിച്ചില്ല. അവളെ നേരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിട്ടിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി. 3 മാസത്തേക്ക് ആ വഴിക്ക് പോയതേയില്ല. 3 മാസം കഴിഞ്ഞ് ഒരു ദിവസം അയാൾ ചെന്നു. കുട്ടികളെ പോലും കാണാൻ ചെന്നില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ കാൽക്കൽ വീണ് പറഞ്ഞു, എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. നിങ്ങളുടെ കൂടെ രണ്ടാമത് ജീവിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഞാൻ ചെയ്ത തെറ്റിന്, നിങ്ങളോട് ചെയ്ത ചതിക്ക് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. നിങ്ങളെ കൂടെ ജീവിക്കണം എന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ, ആഗ്രഹമുണ്ടെങ്കിൽ. അങ്ങനെ അവൾ താഴ്ന്ന് അയാളൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോന്നു. അയാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പ് ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പുള്ളതിനേക്കാളും പരിശുദ്ധയായി ഇനി അവൾ ജീവിച്ചേക്കാം. നിങ്ങളുടെ കുട്ടിയുടെ മാതാവെന്ന നിലക്ക് ഒരു മാപ്പ് കൊടുത്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ തിരികെ കൊണ്ടുവരൂ എന്നാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടുവന്നു. അവരിപ്പോൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ സഹോദരിമാരെ, എന്നാലും ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ അയാൾ ചോദിക്കും, എന്താ വർത്താനം? അയാൾ പറയും, മനസ്സിന്ന് അതാണ് പോണില്ല, മനസ്സിന്ന് അത് അങ്ങോട്ട് പോകുന്നില്ല. അവിഹിതങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വലിയൊരു ഫയലും കെട്ടുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങളൊന്ന് കാണണം. ഇപ്പം എന്താണ്, എൻ്റെ ഭാര്യ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ഞാൻ അവളുടെ ഫോണൊന്നും നോക്കലില്ല, എൻ്റെ ഫോൺ അവൾ നോക്കാറില്ല. 3 കൊല്ലമായി. ഒരു ദിവസം ഞാൻ അവളെ ഫോൺ വിളിച്ചപ്പോഴൊക്കെ അവൾ 2 മിനിറ്റ് 1 മിനിറ്റ് എന്നോട് സംസാരിക്കും, ഉടനെ ഫോൺ കട്ടാക്കും. അപ്പോൾ എനിക്ക് തോന്നി, എന്താ ഇവൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത്? അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ വിളിച്ചപ്പോൾ ഫോൺ ബിസിയാണ്. അപ്പോൾ എനിക്ക് സംശയമായി. ഞാൻ അവളെ കൊണ്ട് തന്നെ ഒപ്പ് വാങ്ങിച്ച് അവളുടെ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് എവിടുന്ന് പിന്നെ എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്തപ്പോൾ 10 മണിക്കൂറും 11 മണിക്കൂറും ഒക്കെ അവൾ ഒരു ദിവസം തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് അവളുടെ കാമുകന്മാർക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫോൺ ചെയ്യുന്നതോ 1 മിനിറ്റ്. അവൾ ഫോൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഇട്ടാണ് അയാൾ ഫയലാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നും കൂടെ പരിശോധിച്ച് അവൾ അയച്ച ചിത്രങ്ങൾ കൂടെ എടുത്തപ്പോൾ അത്രയും വൃത്തികെട്ട ചിത്രങ്ങൾ അവൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞ വാക്ക് നിങ്ങളോട് പറയാനാണ് സഹോദരിമാരെ, അന്യ ആണുങ്ങളോട് കൊഞ്ചിക്കൊഴിയുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അവിഹിതമായ ഒരു പുരുഷൻ കടന്നു വരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖം ഓർക്കണം.
നിങ്ങളുടെ പിഞ്ചോമന പൈതങ്ങളുടെ മുഖം ഓർക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ച് രോഗം വരുമ്പോഴെല്ലാം വേവലാതിപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളുടെ മക്കൾ അനാഥരാകുന്നത്, നിങ്ങളുടെ മക്കൾ കൈകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ കൊന്നുകളയുന്നത് നിങ്ങൾ ആലോചിക്കണം. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ കാണാൻ പോയില്ല. എന്തി പോകാതിരിക്കാൻ കാരണം, മോനെ കാണാൻ ചെല്ലുമ്പോൾ അവൾ അവിടെ ഉണ്ടെങ്കിൽ അവളെ ഞാൻ കൊന്നുകളയും, ഞാൻ ജയിലിൽ പോകും. അവളെ കൊന്നുപോകുമോ എന്ന സംശയം കൊണ്ട് മാത്രമാണ് ഞാൻ അവളുള്ളിടത്തേക്ക് പോവാത്തത് എന്നാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതുവരെ എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവളോടായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും വെറുക്കുന്ന സ്ത്രീ അവളാകുന്നു എന്നാണ് പറഞ്ഞത്. സഹോദരിമാരെ, സൂക്ഷിക്കണം, കണ്ണുകളെ സൂക്ഷിക്കണം, സ്വകാര്യതകളെ സൂക്ഷിക്കണം. ഒരിക്കലും അവിഹിതങ്ങൾ സംഭവിച്ചു പോകാതിരിക്കാൻ നമ്മൾ നല്ലവണ്ണം ആലോചിക്കണം. ബന്ധുക്കളാണ് ഏറ്റവും വലിയ അപകടകാരികൾ. സ്നേഹത്തോടെ പെരുമാറുമ്പോഴും മനസ്സിനുള്ളിൽ രോഗങ്ങളുള്ളവർ പുരുഷന്മാരിൽ ഉണ്ടാകും. അപകടങ്ങൾ വരാതിരിക്കാൻ നല്ല വേഷവും നല്ല അച്ചടക്കവും പാലിക്കണം. ഒരു പുരുഷന് വേണ്ടത് സ്ത്രീയെ സംരക്ഷിക്കുക എന്ന കടമയാണ്. അതിൻ്റെ കൂടെ അതേ ആയത്തിൽ അള്ളാഹു ഒരു സ്ത്രീയോട് പറഞ്ഞത്, അടക്കമുള്ളവൾ, ഭക്തയായവൾ, ഒതുക്കമുള്ളവർ, ഒരു സ്ത്രീത്വത്തിന്റെ മര്യാദകളെ പാലിക്കുന്നവർ. അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ സൂക്ഷിക്കുന്നവൾ എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞ വിശേഷണം. ആ സൂക്ഷ്മത സഹോദരിമാരെ പാലിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവിനൊരു സംശയമോ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്കൊരു സംശയമോ വന്നാൽ വിശ്വാസ്യത തകരും. നിങ്ങളുടെ കുടുംബ ബന്ധവും ദാമ്പത്യ ബന്ധവും അതോടുകൂടെ പരാജയത്തിലേക്ക് എത്തിക്കും. നല്ല സൂക്ഷ്മത വേണം. ഞാനിത് പറയാൻ കാരണം, നല്ല നല്ല സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ചില സന്ദർഭങ്ങളിലും ഇത്തരം അവസ്ഥകളിൽ ആരും പെട്ടുപോകും. ഏത് സ്ത്രീയും പെടും. നിങ്ങൾ പറയും ഞാനൊന്നായി പെട്ടുപോകില്ല, ആരും പെട്ടുപോകും. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് ഗൾഫിൽ 6 ദിവസത്തേക്ക് വന്നു. അവൻ എന്നെ ഫോണിൽ വിളിച്ചു. എനിക്ക് സമയം കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മതയും ഭക്തിയുള്ളവളാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, അത്ര സൂക്ഷ്മതയാണ് അവൾക്ക് എല്ലാ കാര്യത്തിലും, നമസ്കാരത്തിലും, ആരാധനയിലും, ചിട്ടയിലും, എല്ലാറ്റിലും. അങ്ങനത്തെ അവൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ? ഒരു ദിവസം ഹായ് എന്നൊരു മെസ്സേജ്. അപ്പോൾ ഇത്രയും ചിട്ടയുള്ള ഒരു സ്ത്രീക്ക് എന്തായാലും അവളുടെ വല്ല സ്ത്രീകളായ സുഹൃത്തുക്കളല്ലേ അയക്കുള്ളൂ എന്ന നിലക്ക് അവൾ ഹായ് തിരിച്ചയച്ചു. അത് 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. വെറുതെ കിട്ടിയ ഒരു നമ്പറിൽ അയാളൊരു ഹായ് അയച്ചതാണ്. ഫോൺ വിളിച്ചു, സംസാരിച്ചു. അവർ തമ്മിൽ ബന്ധമാവുക എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഇവളെ വീട്ടുകാർ പിടിച്ചിട്ട് ആ ഫോൺ വാങ്ങി വെച്ചപ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെ അവൾ കരയാണ്, എനിക്ക് ആ ഫോൺ തിരിച്ചു വരണം, എനിക്ക് ആ ഫോണില്ലാതെ പറ്റില്ല. എന്തിനാണ് ആ ഫോണ്? അവനെ വിളിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ ഇത്രമാത്രം സൂക്ഷ്മതയുണ്ടെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആ വഴിക്ക് നീങ്ങിയെങ്കിൽ സഹോദരിമാരെ, ഇസ്ലാം തിന്മയിലേക്ക് എത്താതിരിക്കാൻ നിർദ്ദേശിച്ച വഴികൾ നമ്മൾ സൂക്ഷിക്കണം. അതിൻ്റെ നല്ല സൂക്ഷ്മത നമുക്കില്ലെങ്കിൽ അപകടമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും എന്ന് പറയുന്നത് എന്താണ് സഹോദരിമാരെ? മക്കളാണ്. യാതൊരു സംശയവും വേണ്ട. മുറ്റത്തെ ചെറിയ ഒരു മൺചട്ടിയിൽ ഒരു നല്ല ചെടിയോ ഒരു വിത്തോ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ചു വരുമ്പോൾ, കായ്ച്ചു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകുമോ അതേ സന്തോഷങ്ങളാണ് നിത്യം നമ്മുടെ കുട്ടികൾ നമുക്കുണ്ടാകുന്നത്. നമ്മുടെ കുട്ടി ഒന്ന് ഇരിക്കാൻ തുടങ്ങിയാൽ, ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങിയാൽ, നടക്കാൻ തുടങ്ങിയാൽ എല്ലാം നമ്മുടെ കുഞ്ഞിൻ്റെ നടത്തം എന്തൊരു സന്തോഷത്തോടെയാണ് നമ്മൾ കാണുന്നത്. ആ കുഞ്ഞിൻ്റെ വർത്തമാനം എന്തൊരു സന്തോഷത്തോടെയാണ് കാണുന്നത്. അത്തരം കുട്ടികളിൽ നിന്നുണ്ടാകുന്ന നല്ല അനുഭവങ്ങൾ നമുക്ക് സന്തോഷം നൽകും. ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ എന്നും നിത്യമായ പ്രയാസത്തിലും വിഷമത്തിലുമാക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണത്തിലാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത്. നമ്മുടെ മക്കളെ സമയോചിതമായി സംരക്ഷിക്കുവാനും ഉപദേശിക്കുവാനും നമ്മൾ വിട്ടുപോയാൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം സുഹൃത്തുക്കളെ 2 കാര്യങ്ങളാണ്. ഒന്ന് ലഹരിയാണ്. ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സുഹൃത്ത് അവൻ്റെ അനുജനെയും പിടിച്ചു വന്നിരിക്കുന്നു. 21 വയസ്സായ അനുജൻ. എന്താ പ്രശ്നം എന്നറിയങ്ങൾ? രാത്രി ഗേറ്റ് ഇങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ ഗേറ്റ് തുറന്ന് അവൻ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോണത് കാണുമ്പോൾ അവനൊരു ലെവലല്ല നടന്നു പോണത്. അപ്പോൾ അവന് തോന്നി എന്തോ പ്രശ്നമുണ്ട്. വെറുതെ അവൻ്റെ റൂമിൽ ഒന്ന് സെർച്ച് ചെയ്തതാണ്. റൂം പരിശോധിച്ച് 1/2 കിലോ കഞ്ചാവാണ് വീട്ടിൽ നിന്ന് കിട്ടിയത്. ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അനുജൻ്റെ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് അവൻ എത്തുന്നു ചിന്തിക്കാൻ പറ്റൂല. അവനെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെ അവനെ പരിചരിക്കാൻ പറ്റുന്നുള്ളത്? ലഹരി നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചാൽ നമുക്ക് അറിയാൻ പോലും പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെൻറ് കോളേജിൽ നടന്ന റെയ്ഡിൽ പെൺകുട്ടികളടക്കം ആൺകുട്ടികളോടൊപ്പം എന്തുണ്ട്? ലഹരി ഉപയോഗത്തിലുണ്ട് എന്നതാണ്. ഞാൻ ഇത് പറയുമ്പോൾ സന്ദർഭത്തിലൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഏറ്റവും വലിയ അപകടം നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ മിക്സഡ് കോളേജുകളിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ നിശ്ചയിച്ച് കൊടുക്കേണ്ട ഒരു അതിർവരമ്പ്, സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും ബെഡ്റൂമിലൊക്കെ ആങ്ങളെയും പെങ്ങളെയും ഇരുന്ന് ഫോൺ കൊണ്ട് കളിച്ച് എങ്ങനെ വർത്തമാനം പറയുന്നുവോ അതേപോലെയാണ് അധ്യാപകന്മാരില്ലാത്ത സമയത്ത് ക്ലാസ് റൂമിൽ ചെന്നാൽ കാണുക.
അധ്യാപകന്മാരില്ലാത്ത സമയത്ത് ക്ലാസ് റൂമുക്ക്, കോളേജ് ക്ലാസ് റൂമുക്ക് കയറി ചെന്നാൽ എന്താ കാണുക നിങ്ങൾ? ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മടിയിൽ കാലും വെച്ച് തലയും വെച്ചിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഫോൺ നോക്കി ഇരിക്കണത് കാണാൻ പറ്റും. സഹോദരിമാരെ, എന്താ ഈ പറയണത്? വിശുദ്ധ ഖുർആൻ അത്രയും വ്യക്തമായി സ്ത്രീകൾക്ക് കൊടുത്ത നിർദ്ദേശമാണ്. അന്യ പുരുഷന്മാരോട് നിങ്ങൾ തന്മയത്വത്തോടുകൂടെ താഴ്മയോടെ സംസാരിക്കരുത്. മൃദുലമായി സംസാരിക്കാതെ സംസാരത്തിന് ഇസ്ലാം നിശ്ചയിച്ച മാർഗമാണ്. ഒരു കാർക്കശ്യത്തോടെയല്ല സംസാരിക്കുന്നത്, പക്ഷേ ഒരു താഴ്മ, ഇവളിലേക്ക് മറ്റൊരുത്തന്റെ മനസ്സ് വരാവുന്ന താഴ്മ ആ സംസാരത്തിൽ വന്നാൽ അപകടകരമാണെന്ന് സൂചിപ്പിച്ചത്. എന്താണ് ആൺകുട്ടികളോടൊപ്പം ലഹരിയിൽ പെൺകുട്ടികൾ വരാൻ കാരണം? ആൺകുട്ടികൾ തമ്മിൽ എത്ര കമ്പനിയാണോ, സൗഹൃദമാണോ, അത്ര തന്നെ സൗഹൃദം പെൺകുട്ടികളുമായി ഉള്ളത് കൊണ്ടാണ് അവർ ലഹരിയിൽപ്പെട്ടത്. അത്ര അപകടകരമാണ് സാഹചര്യം. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, ആൺകുട്ടികളുടെ കാര്യത്തിൽ ലഹരിയാണ് പ്രധാനം. സ്വഭാവ മാറ്റങ്ങളോ അതേപോലെ തന്നെ വ്യത്യാസങ്ങളോ കാണുമ്പോൾ നമ്മളത് നിരീക്ഷിക്കണം, അതിന് പരിഹാരങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. മറ്റൊന്ന് സെക്സാണ്. വേണ്ടാത്ത ചിത്രങ്ങളിൽ ഒരു ക്ലിപ്പ് നിങ്ങളുടെ കുട്ടിക്ക്, ആൺകുട്ടിക്ക് അവൻ്റെ സുഹൃത്ത് കാണിച്ചു കൊടുത്താൽ അവൻ നിരന്തരം അതിന് അഡിക്റ്റ് ആവും. നിങ്ങൾ ഇന്ന് വായിച്ചില്ലേ പത്രത്തിൽ, 14 വയസ്സുകാരൻ അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീയുടെ, 30 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ സ്ത്രീ കുളിക്കുന്ന രംഗങ്ങളെ ഫോണിൽ പകർത്തിയിട്ട് ആ പകർത്തിയ ഫോൺ ചിത്രങ്ങൾ കയ്യിൽ വെച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്താണ്. അവളുടെ വീടിന്റെ ചുമരിൽ കൊണ്ടുപോയി എഴുതി ഒട്ടിച്ചു, നിങ്ങൾ കുളിക്കുന്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഇത്ര രൂപ എനിക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചിത്രങ്ങൾ പരസ്യപ്പെടുത്തും എന്ന് പറയുമ്പോൾ ഒരു 14 വയസ്സുകാരൻ്റെ മനസ്സ് നമ്മൾ അറിയാതെ പോകരുതേ വേണം. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് നല്ല ബോധം വേണം. അവർക്ക് സമയോചിതമായ ഉപദേശങ്ങൾ കൊടുക്കണം. പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോഴൊക്കെ പെൺകുട്ടികളുടെ അഫെയർ കേസുകൾ, പ്രേമ കേസുകളുമായി രക്ഷിതാക്കന്മാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്തേ ഇപ്പോൾ നിങ്ങൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്കടെ കല്യാണം കഴിച്ചു കൊടുത്താൽ പോരെ? സ്ത്രീധനം വേണ്ട, പണ്ടം വേണ്ട, ഒന്നും വേണ്ട, സുഖല്ലേ, സൗകര്യമല്ലേ, നിങ്ങൾക്ക് എന്തായാലും കെട്ടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ അവരെന്താ പറയാന്നറിയാം, എന്നോട് പറയാൻ എന്താ വെച്ചാൽ, ഞങ്ങൾ അന്വേഷിച്ച് നോക്കി. ഏതെങ്കിലും വല്ല ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ അങ്ങാടികൾ നടക്കുന്ന ആളോ അല്ലെങ്കിൽ ക്ലാസ് പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ അലപലാദികൾ വന്നിട്ട് സുഹൃത്തുക്കളെ 2 വർത്താനം പറഞ്ഞ അവിഹിത ബന്ധം ഉണ്ടാക്കി ഒരു കേസുമായിട്ട് മകൾ വന്ന് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരാളായിട്ട് ഒരു ബന്ധമുണ്ട്, അത് വാപ്പ നടത്തിത്തരെന്ന് പറയുമ്പോൾ പോയി അന്വേഷിച്ച് നോക്കുക. എന്താ രക്ഷിതാക്കന്മാരുടെ നിലവാരം? അവിടെ എന്തേ കെട്ടിച്ചു കൊടുക്കാന്ന്? അവന് ഞങ്ങൾ അതേമാതിരിയുള്ള ഒരു വീടില്ല, അവൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അവന് ഗവൺമെന്റ് ജോലിയില്ല. ഞാൻ പറഞ്ഞു, അവൻ പള്ളിക്കത്ത ഒരു പാതിരിയാണ്, അവൻ ഗവൺമെന്റിൽ ഏറ്റവും വലിയ ജില്ലാ കലക്ടർ ആണെങ്കിൽ പോലും കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിഹിത ബന്ധമല്ലേ സുഹൃത്തുക്കളെ? അവിഹിത ബന്ധത്തിൽ വന്ന ഒരു ബന്ധത്തിന് നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് പറയാൻ ആർജവത്വമുള്ള മാതാപിതാക്കളാണ് നമുക്ക് ആവശ്യം. അവർക്ക് മാത്രമേ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പെൺകുട്ടിക്ക് വേറെ ഒരു ന്യായവും നിങ്ങൾക്ക് പറയാൻ പറ്റൂല. പാവപ്പെട്ട വീടായതുകൊണ്ടാണ് കെട്ടിക്കാത്തെന്ന് പറഞ്ഞാൽ അവൾ പറയും, എനിക്ക് പാവപ്പെട്ട ഒരാളെയാണ് ഇഷ്ടം. എന്താ വാപ്പാക്ക് മറുപടി? എന്താ മറുപടി? നിന്നെക്കാളും പ്രായം കുറവാണ് മോളെ, എനിക്ക് എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളെയാണ് എനിക്കിഷ്ടം. പ്രായം കുറയുന്നോണ്ട് എനിക്കല്ല പ്രശ്നം, അയാൾക്കല്ലേ പ്രശ്നം എന്നാ പറയാം. അതിനെന്താ മറുപടി? അതിനൊന്നും മറുപടി ഇല്ല. പക്ഷെ ഒരു മറുപടി ഇല്ലാത്ത ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്ത്? മോളെ, അന്യ ഒരു പുരുഷനോട് ഉണ്ടാക്കുന്ന അവിഹിത ബന്ധം വിവാഹമാകുമ്പോൾ അള്ളാന്റെ ഒരു പൊരുത്തം അതിന് കിട്ടൂല, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടൂല. ഞാനല്ലേ, അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന പുരുഷന്മാർ ഏറ്റവും വൃത്തികെട്ട മനസ്സിന്റെ ഉടമസ്ഥരാണ്. അവർ നിന്നോട് മാത്രമല്ല ഏത് പെണ്ണിനോടും അവർ അവിഹിത ബന്ധമുണ്ടാക്കും. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇതുപോലൊരു പെൺകുട്ടിയെ കണ്ടാൽ അവൻ ബന്ധം സ്ഥാപിക്കും. അതുകൊണ്ട് നിന്റെ ഭർത്താവാകാൻ അവൻ 100% അയോഗ്യനാണ്, അവിഹിത ബന്ധം സ്ഥാപിക്കുന്നവനായതുകൊണ്ട്. അവിഹിത ബന്ധത്തിലൂടെയുള്ള ഒരു കാര്യത്തെ വിവാഹമാക്കി പരിണമിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല, എൻ്റെ കൈകൊണ്ട് ഞാനത് ചെയ്തു തരില്ല എന്ന് നിങ്ങൾ മകളോട് ശക്തമായി പറഞ്ഞാൽ അവിടെ ഒരു കൗൺസിലർക്ക് അവസരമുണ്ട്. കല്യാണം നടക്കില്ലെന്ന് വരുമ്പോൾ മകൾ പറയും, എനിക്ക് കല്യാണത്തിന് ഞാൻ ഒഴിവാകാം, പക്ഷെ മനസ്സുകൊണ്ട് ഒഴിവാകാൻ പറ്റാഞ്ഞിട്ടാണ്, എൻ്റെ മനസ്സിൽ നിന്ന് ഇവനെ ഒഴിവാക്കി തരികയാണെങ്കിൽ ഞാൻ റെഡി ആവാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൗൺസിലർക്ക് ചാൻസ് ഉണ്ട്. അയാൾ സംസാരിച്ചാൽ, ഉപദേശിച്ചാൽ ഒരു പക്ഷേ മനസ്സ് മാറ്റാൻ കഴിയും. പക്ഷെ അന്വേഷിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു വരുന്ന കേസിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാൻ ഒരു അവിഹിത ബന്ധം മതി. അവിഹിത ബന്ധമുള്ള പെൺകുട്ടിക്ക് മാതാപിതാക്കളെ അവൾക്ക് ആവശ്യമില്ല, അവൾക്ക് മതം ആവശ്യമില്ല, വിശ്വാസം ആവശ്യമില്ല, ധർമ്മം ആവശ്യമില്ല. അവൻ കള്ളുകുടിയനാണെന്ന് പറഞ്ഞാൽ അവൾ പറയും, എനിക്കത് മതി. ഞാനും വാപ്പയും പിന്നെ നീയുമായ ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും അവൾ പറയും, എനിക്കവൻ മതി എന്നവൾ പറയും. എന്തിനും അവൾക്കത് മതി എന്ന് പറയുന്നത് അവിഹിത ബന്ധങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, പ്രായപൂർത്തിയാവുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് സമയോചിതമായ ഉപദേശങ്ങൾ നിങ്ങൾ കൊടുക്കണം. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടത്തോട് ഓർക്കുന്ന കാര്യമാണ്, ഇത്തരം അവിഹിതങ്ങൾ പറ്റിയ പെൺകുട്ടികൾക്ക് അവർ ചെന്ന അപകടത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അത് അവർക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. അപ്പൊ എന്താ ചോദിക്കും? അവൾ പറയും, എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്, പക്ഷേ ഇത് എനിക്ക് ശരിയല്ല, എൻ്റെ ഭാവിക്ക് ദോഷമാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഒഴിവാകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരയുക.
ഒരു പെൺകുട്ടി എന്നോട് തുറന്നു പറഞ്ഞു, നിങ്ങൾ ഇന്ന് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ കുറച്ച് മുമ്പ് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഇത്തരം ഒരു അവിഹിത ബന്ധത്തിൽ ഞാൻ പെട്ടുപോവുകയില്ലായിരുന്നു എന്നാണ്. ആ സംസാരം എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു താക്കീതാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത് നമ്മുടെ മാനസികമായ എല്ലാ ശ്രദ്ധയും പതിക്കുക. വീട്ടിലെ ടി വിയിൽ നിന്നും, സിനിമയിൽ നിന്നും, അശ്ലീലങ്ങളിൽ നിന്നും, വൃത്തികെട്ട വാട്സപ്പിലെ മെസ്സേജുകളിൽ നിന്നും മാറി ഒരു നല്ല വിചാരവും നല്ല ചിന്തയും നമ്മൾ ഉണ്ടാക്കുക. ദീൻ പഠിക്കാനുള്ള ഇഷ്ടം പോലെ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പീസ് റേഡിയോ നമ്മുടെ ഏറ്റവും നല്ലൊരു അവസരമാണ്. 24 മണിക്കൂറും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫോൺ കയ്യിലെടുത്ത് അതിൻ്റെ ലൗഡ് സ്പീക്കർ റേഡിയോ ഓണാക്കി 6 മണി മുതൽ തുടങ്ങുന്ന പരിപാടികൾ കേൾക്കുന്ന എത്ര സഹോദരിമാർ നമ്മുടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് പീസ് റേഡിയോ. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുകയും നിങ്ങളും മക്കളും കുടുംബവും ഒന്നിച്ചിരുന്ന് കേൾക്കുകയും വേണം.